So moving to the next problem in the analysis of beams by kinematic method in plastic analysis. Determine the collapse load in a fixed beam shown in figure. So this is the fixed beam AB, which is subjected to two concentrated loads. One concentrated load is 1.25 W at a distance 0.2 L from support A. Let's call this point as point C. Then the next load is W, which is acting at a distance 0.25 L from the fixed end B, and this point is point D. Total length of the beam is L. So this is the beam, fixed beam we are going to analyze by kinematic method. അപ്പോൾ ഇവിടെ നമുക്ക് 3 hinges ആണ് ഫോം ആവേണ്ടത്. നമുക്കറിയാം ഇതൊരു ഫിക്സ്ഡ് ബീം ആണ്. സോ 2 ആണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. അപ്പോൾ ഇവിടെ 3 hinges ആണ് ഫോം ആവേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒബ്വിയസ്ലി എയിലും ബിയിലും ഓരോ ഹിഞ്ചസ് ഉണ്ടാവണം. ഇനി അടുത്ത ഹിഞ്ച് ഉണ്ടാവേണ്ടത് കോൺസെൻട്രേറ്റഡ് ലോഡ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ കോൺസെൻട്രേറ്റഡ് ലോഡിൻ്റെ അടിയിലാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ 2 കോൺസെൻട്രേറ്റഡ് ലോഡ് ഉള്ള സമയത്ത് നമുക്ക് ഏത് ലോഡിൻ്റെ അണ്ടറിലാണ് ഹിഞ്ച് ഫോം ആവുന്നത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ മെക്കാനിസം ഫോം ആവാം. ആദ്യത്തെ മെക്കാനിസം എന്ന് പറയുന്നത് എയിലും ബിയിലും സിയിലും ഹിഞ്ച് ഫോം ആവുന്ന ഒരു മെക്കാനിസം. അടുത്ത മെക്കാനിസം എന്ന് പറയുന്നത് എയിലും ബിയിലും ഡിയിലും ഹിഞ്ച് ഫോം ആവുന്ന മെക്കാനിസം. നമുക്കറിയാം മിനിമം 3 ഹിഞ്ചസ് ആണ് ഇവിടെ കൊളാപ്സ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത്. അത് ആദ്യത്തെ മെക്കാനിസം നമ്മൾ എടുക്കാൻ പോകുന്നത് എയിലും ബിയിലും സിയിലും ആണ് ഹിഞ്ച് ഫോം ആവാൻ പോകുന്നത്. സെക്കൻഡ് മെക്കാനിസം എന്ന് പറയുന്നത് എയിലും ബിയിലും ഡിയിലും ആണ് ഹിഞ്ച് ഫോം ആവുന്നത്. So 3 hinges are to be formed for a mechanism, 2 at the fixed ends and 1 in the span. Internal hinge may develop at load 1 or load 2. ഇവിടെ ഞാൻ load 1 1.25 W load 1ഉം സെക്കൻഡ് ലോഡായിട്ട് ഡബ്ല്യുവിനെ എടുത്തിട്ടുണ്ട്. സോ ലോഡ് 2 എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. ഹെൻസ് ബോത്ത് മെക്കാനിസം മേ ബി ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് വൺ വിത്ത് സ്മോളർ ഡബ്ല്യു സി വിൽ ബി സെലക്റ്റഡ്. ഈ രണ്ട് മെക്കാനിസവും നമ്മൾ ചെയ്ത് നോക്കും. കൊളാപ്സ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഏതിലാണോ സ്മോളർ കൊളാപ്സ് ലോഡ് വരുന്നത് ആ ഒരു മെക്കാനിസമാണ് പോസിബിൾ കൊളാപ്സ് മെക്കാനിസം എന്ന് നമ്മൾ പറയും. So that is how we are going to do this problem. Here we are going to consider the first mechanism as hinges at A, B and C, and the second mechanism as hinges at A, B and D. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെക്കാനിസം നോക്കാം. ആദ്യത്തെ മെക്കാനിസം എന്ന് പറയുന്നത് ഇന്റേണൽ ഹിഞ്ച് അണ്ടർ ലോഡ് 1. അപ്പോൾ ഇന്റേണൽ ഹിഞ്ച് എയിലുണ്ടാവും, ബിയിലുണ്ടാവും, പിന്നെ അണ്ടർ ദ ലോഡ് 1ലാണ് അടുത്ത മെക്കാനിസം ഉള്ളത്. അപ്പോൾ നമുക്ക് ഡെൽറ്റ 1 ഡെൽറ്റ 2 എന്ന് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ലോഡിൻ്റെ അണ്ടറിലുള്ള ഡിഫ്ലക്ഷനും രണ്ടാമത്തെ ലോഡിൻ്റെ അണ്ടറിലുള്ള ഡിഫ്ലക്ഷനുമാണ്. കാരണം നമുക്ക് ഈ രണ്ട് ഡിഫ്ലക്ഷൻസ് കാരണവും നമുക്ക് എക്സ്റ്റേണൽ വർക്ക് ഡൺ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തിരിക്കുന്നത്. സോ ഹിയർ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ റിലേഷൻസ് ബിറ്റ്വീൻ തീറ്റ 1, തീറ്റ 2, ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2. എല്ലാം കൂടെ ഒരു അൺനോണിൻ്റെ ടേംസിലേക്ക് നമുക്ക് മാറ്റണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തീറ്റ 1 is equal to delta 1 by 0.2 L and delta 1 is equal to 0.2 L theta 1 and theta 2 is equal to delta 2 divided by 0.25 L. എല്ലാ റിലേഷൻസും നമുക്ക് ഇവിടെ എഴുതി വെക്കാം. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന രീതിയിൽ എല്ലാ റിലേഷൻസും ഡെൽറ്റ 1 ഡെൽറ്റ 2 തമ്മിലുള്ളത്, അതുപോലെ തീറ്റ 1 തീറ്റ 2 തമ്മിലുള്ളത് എല്ലാ റിലേഷൻസും നമുക്ക് എഴുതി വെക്കാം. So here theta 2 is equal to in terms of delta 1 it is delta 1 by 0.8 L and in terms of delta 2 it is delta 2 divided by 0.25 L. അപ്പം ഇനി നമുക്ക് delta 1 is equal to 0.8 L theta 2 and delta 2 is equal to 0.25 L theta 2. എല്ലാം നമ്മൾ ഇവിടെ തീറ്റ 2ൻ്റെ ടേംസിലേക്ക് മാറ്റുന്നതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെൽറ്റ 1 is equal to 0.8 L theta 2 എന്ന് എഴുതി, ഡെൽറ്റ 2 is equal to 0.25 L theta 2 എന്ന് എഴുതി. എല്ലാം ട്രിഗ്നോമെട്രിക് റിലേഷനും അതുപോലെ സിമിലർ ട്രയാങ്കിൾ റിലേഷൻസും യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. തീറ്റ 2 is equal to ഡെൽറ്റ 2 divided by 0.25 L. അതുപോലെ തീറ്റ 2 is equal to once again തീറ്റ 1
ഡെൽറ്റ 1 ഡിവൈഡഡ് ബൈ 0.8L. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.8L ആണ്. അപ്പം അതുപോലെ സിമിലർ ട്രയാങ്കിൾ റിലേഷൻ വെച്ചിട്ട് ഡെൽറ്റ 2 ബൈ 0.25L ഇസ് ഈക്വൽ ടു ഡെൽറ്റ 1 ബൈ 0.8L. സോ ഫ്രം ദാറ്റ് ഈ റിലേഷൻസ് ഒക്കെ നമുക്ക് എഴുതി വെക്കാം. അതിനുശേഷം ഡെൽറ്റ 1നെ നമ്മൾ എൽ തീറ്റ 2ൻ്റെ ടേംസിലേക്ക് മാറ്റി, അതുപോലെ ഡെൽറ്റ 2നെ തീറ്റ 2ൻ്റെ ടേംസിലേക്ക് മാറ്റി, തീറ്റ 1നെയും തീറ്റ 2ൻ്റെ ടേംസിലേക്ക് മാറ്റി. സോ ഹിയർ 0.8 L theta 1 is equal to 0.2 L theta 1 is equal to 0.8 L theta 2. So theta 1 is equal to 4 theta 2. So relation between theta 1 theta 2 and relation between delta 1 delta 2, and also the delta 1 and delta 2 values are written in terms of theta 2. ഇനി നമുക്ക് internal work done calculate ചെയ്യാം. So internal work done is equal to 3 പ്ലേസസിലാണ് നമുക്കിവിടെ ഹിഞ്ചസ് ഉള്ളത്. സോ എം പി ഇൻറ്റു തീറ്റ 1 പ്ലസ് എം പി ഇൻറ്റു തീറ്റ 1 പ്ലസ് തീറ്റ 2 പ്ലസ് എം പി ഇൻറ്റു തീറ്റ 2. സോ ഇത്രയാണ് നമ്മുടെ ഇൻറ്റേർണൽ വർക്ക് ഡൺ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് തീറ്റ 1ന് പകരം നമ്മൾ 4 തീറ്റ 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ വർക്ക് ഡൺ നമുക്ക് തീറ്റ 2ൻ്റെ ടേംസിലേക്ക് കിട്ടും. ഒറ്റൊരു അൺനോൺ തീറ്റ 2 മാത്രം. So instead of theta 1 we can write 4 theta 2. ഇനി അതുപോലെ external work done, first load into delta 1, ആ ലോഡിൻ്റെ അണ്ടറിലുള്ള ഡിഫ്ലക്ഷൻ പ്ലസ് സെക്കൻഡ് ലോഡ് ഇൻറ്റു ആ ലോഡിൻ്റെ അണ്ടറിലുള്ള ഡിഫ്ലക്ഷൻ. നമ്മൾ ഫസ്റ്റ് ലോഡിൻ്റെ അണ്ടറിലുള്ള ഡിഫ്ലക്ഷൻ ഡെൽറ്റ 1ഉം സെക്കൻഡ് ലോഡിൻ്റെ അണ്ടറിലുള്ള ഡിഫ്ലക്ഷൻ ഡെൽറ്റ 2 ആണ്. ഫസ്റ്റ് ലോഡ് എന്ന് പറയുന്നത് 1.25 WC ആണ്. സെക്കൻഡ് ലോഡ് എന്ന് പറയുന്നത് WC ആണ്. സോ 1.25 WC ഇൻറ്റു ഡെൽറ്റ 1 പ്ലസ് WC ഇൻറ്റു ഡെൽറ്റ 2 ഡ്യൂ ടു ദ സെക്കൻഡ് ലോഡ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 1.25 WC ഇൻറ്റു എൽ തീറ്റ 2. രണ്ടിനെയും നമ്മൾ തീറ്റ 2ൻ്റെ ടേംസിലേക്ക്, ഡെൽറ്റ 1നെയും ഡെൽറ്റ 2നെയും നമ്മൾ എഴുതിയിട്ടുള്ള തീറ്റ 2ൻ്റെ ടേംസിലുള്ള ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി external work done is equal to 1.25 WC into L theta 2. So here if we equate the internal work done with the external work done, then 10 MP theta 2, that is internal work done, is equal to 1.25 WC L theta 2. Theta 2 cancel out and WC is equal to 8 MP by L. First mechanism നമ്മുടെ കൊളാപ്സ് ലോഡിൻ്റെ വാല്യൂ WC ഈസ് ഈക്വൽ ടു 8 MP by L എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മെക്കാനിസം 2ലേക്ക് പോവാം. അപ്പോൾ മെക്കാനിസം 2 എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഹിഞ്ചസ് ഫോം ആവുന്നത് എവിടെയൊക്കെയായിരുന്നു? നമ്മുടെ ഫിക്സ്ഡ് എൻഡ് A, ഫിക്സ്ഡ് എൻഡ് B ആൻഡ് അണ്ടർ ദ സെക്കൻഡ് ലോഡ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് മെക്കാനിസത്തിൻ്റെ ഫിഗറാണ് വരച്ചിട്ടുള്ളത്. hinge at A, hinge at B and hinge at D. അപ്പം നമുക്ക് ഇവിടെ ഡെൽറ്റ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലോഡിൻ്റെ അണ്ടറിലുള്ള ഡിഫ്ലക്ഷൻ ആണ്. ഡെൽറ്റ 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലോഡിൻ്റെ അണ്ടറിലുള്ള ഡിഫ്ലക്ഷൻ ആണ്. ഫസ്റ്റ് ലോഡ് എന്ന് പറയുന്നത് 1.25 W, സെക്കൻഡ് ലോഡ് എന്ന് പറയുന്നത് W. അപ്പോൾ ഇവിടെ ഫിഗർ മൊത്തത്തിൽ മാറി. നമ്മുടെ ഫസ്റ്റ് മെക്കാനിസത്തിൽ ആദ്യത്തെ ലോഡിൻ്റെ അണ്ടറിലായിരുന്നു ഹിഞ്ച് ഉണ്ടായിരുന്നത്. ഇവിടെ സെക്കൻഡ് ലോഡിൻ്റെ അണ്ടറിലേക്ക് വന്നു ഹിഞ്ച്. അതുപോലെ എയിലുള്ള റൊട്ടേഷൻ നമ്മൾ തീറ്റ 1 എടുത്തിട്ടുണ്ട്, ബിയിലുള്ള റൊട്ടേഷൻ തീറ്റ 2 എടുത്തിട്ടുണ്ട്. അതുപോലെ ഡിയിലുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത് തീറ്റ 1 പ്ലസ് തീറ്റ 2. ഈ തീറ്റ 1 തീറ്റ 2 വാല്യൂസ് ഒക്കെ കഴിഞ്ഞ മെക്കാനിസത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. സോ അഗെയിൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഓൾ ദ റിലേഷൻസ് യൂസിങ് ട്രിഗ്നോമെട്രി. So here theta 2 is equal to delta 2 divided by 0.25L. Theta 2 is equal to delta 2 divided by 0.25L and delta 2 is equal to 0.25 L theta 2. ഇനി അതുപോലെ delta 1 വേണം. Theta 1 is equal to delta 1 divided by 0.2 delta 2, തീറ്റ 1നെ ഡെൽറ്റ 2ൻ്റെ ടേംസിലേക്ക് മാറ്റുവാണെങ്കിൽ തീറ്റ 1 is equal to
delta 2 divided by 0.75 L. So that is the first relation, and from here and also theta 1 is equal to delta 1 divided by 0.2 L. 0.2 L. So here delta 1 is equal to 0.2 L theta 1 and delta 2 is equal to 0.75 L theta 1. ഇനി തീറ്റ 1ഉം തീറ്റ 2ഉം തമ്മിലുള്ള റിലേഷൻ ആണ് 0.25 L തീറ്റ 2 is equal to 0.75 L തീറ്റ 1. ഏതെങ്കിലും ഒരു റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ 1ന്റെ റിലേഷനോ അല്ലെങ്കിൽ ഡെൽറ്റ 2ന്റെ റിലേഷനോ എടുത്തു കഴിഞ്ഞാൽ തീറ്റ 2 is equal to 3 തീറ്റ 1 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എല്ലാ റിലേഷൻസും ഫോം ചെയ്തു. ഇവിടെ അഗൈൻ തീറ്റ 2നെ തീറ്റ 1ന്റെ ടേംസിലേക്ക് മാറ്റിയിട്ടുള്ളത് തീറ്റ 2 is equal to 3 തീറ്റ 1, അതുപോലെ എല്ലാം ഡെൽറ്റ 2 is equal to 0.75 L തീറ്റ 1 എന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഡെൽറ്റ 1ഉം നമ്മൾ 0.2 ഇൻറ്റു എൽ തീറ്റ 1 എന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒരു അൺനോണിൻ്റെ ടേംസിലേക്ക് മാത്രം മാറ്റുക, ഒന്നുമില്ല, ജസ്റ്റ് ട്രിഗ്നോമെട്രിക് റിലേഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഇന്റേണൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം പി ഇൻറ്റു തീറ്റ 1 പ്ലസ് എം പി ഇൻറ്റു തീറ്റ 1 പ്ലസ് തീറ്റ 2 plus mp into theta 2. So that is our internal work done. So here substitute theta 2 is equal to 3 theta 1. ഇവിടെ theta 2 ന് പകരം 3 theta 1 substitute ചെയ്ത് കഴിഞ്ഞാൽ internal work done is equal to 8 mp theta 1 എന്ന് കിട്ടും. അതുപോലെ external work done എന്ന് പറയുമ്പോൾ first load into deflection under the first load plus second load into the deflection under the second load. അപ്പോൾ ഇവിടെ ഡെൽറ്റ 1 ഡെൽറ്റ 2 എന്ന് പറയുന്ന രണ്ട് അൺനോൺസ് വന്നു. അപ്പോൾ അത് രണ്ടും നമ്മൾ തീറ്റ 1ന്റെ ടേംസിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഡെൽറ്റ 1 is equal to 0.2 L തീറ്റ 1 and delta 2 is equal to 0.75 L theta 1. So both these values we can substitute here in the external work done equation, and finally external work done is equal to WC into L theta 1. So if we equate the internal work done with the external work done, 8 mp theta 1 is equal to WC into L theta 1. Theta 1 cancel ആവും left hand side ലും right hand side ലും. So WC is equal to 8 mp divided by L. So നമുക്ക് രണ്ട് കോൺസെൻട്രേറ്റഡ് ലോഡ് ഒരു ബീമിൽ തന്നെ വരുന്ന സമയത്ത് നമുക്ക് ആ മെക്കാനിസം എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത് നോക്കുക. ഫിക്സഡ് ബീം ആണെങ്കിൽ നമുക്ക് മോർ ദാൻ 1 മെക്കാനിസംസ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമുക്കത് സോൾവ് ചെയ്യേണ്ടത്.